സംസ്ഥാനത്ത് പട്ടികജാതി വിഭാഗത്തിന്റെ ക്ഷേമത്തിനും ഉന്നമനത്തിനുമായി അനുവദിച്ച 1702 കോടി രൂപ ഇടതു സർക്കാർ പാഴാക്കി. കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിലാണ് മുൻ സർക്കാരിന്റെ കാലത്ത് പട്ടികജാതി വകുപ്പിൽ നടന്ന ഗുരുതര വീഴ്ചകൾ അക്കമിട്ട് നിരത്തുന്നത്. ഫണ്ട് വിനിയോഗിക്കുന്നതിൽ വലിയ വീഴ്ചയാണ് വകുപ്പിന് സംഭവിച്ചതെന്നും വ്യാജ ജാതി സർട്ടിഫിക്കറ്റ് സംബന്ധിച്ച് നിരവധി കേസുകളിൽ നടപടികൾ ഇഴഞ്ഞു നീങ്ങുകയാണെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. 2024 ഫെബ്രുവരി 1 മുതൽ 2025 മാർച്ച് 31 വരെയുള്ള കാലയളവിലെ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിൻ്റെ കണക്കുകളിലാണ് ഗുരുതരമായ പിഴവുകൾ ഓഡിറ്റ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. വകുപ്പിന് കീഴിലുള്ള ഫണ്ട് വിനിയോഗത്തിൽ വലിയ വീഴ്ചകളാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് C&AG ഓഡിറ്റിൽ കുറ്റപ്പെടുത്തുന്നു. SC/ST ഫണ്ടുകൾ വകമാറ്റാനോ പാഴാക്കാനോ പാടില്ല എന്ന 2006 കേന്ദ്ര മാർഗനിർദ്ദേശം നിലനിൽക്കെ 3 വർഷം കൊണ്ട് 1702 കോടി രൂപയാണ് വകുപ്പ് ചിലവാക്കാതെ പാഴാക്കി കളഞ്ഞത്. 2021-22 സാമ്പത്തിക വർഷം 358.72 കോടിയും 2022-23 സാമ്പത്തിക വർഷത്തിൽ 556.75 കോടിയും സംസ്ഥാന സർക്കാർ ചിലവാക്കിയില്ല. 2023-24 സാമ്പത്തിക വർഷത്തിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇത് 786.54 കോടി രൂപയായി വർദ്ധിച്ചതായി ഓഡിറ്റ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. വ്യാജ ജാതി സർട്ടിഫിക്കറ്റുകളുമായി ബന്ധപ്പെട്ട കേസുകളിലെ ഉദ്യോഗസ്ഥരുടെ മെല്ലെപ്പോക്കാണ് മറ്റൊരു പ്രധാന കണ്ടെത്തൽ. കീർത്താഡ്സിൻ്റെ അന്വേഷണ റിപ്പോർട്ട് കാത്ത് 80 കേസുകളാണ് പട്ടികവർഗ വകുപ്പിൽ കെട്ടിക്കിടക്കുന്നത്. ഇതിൽ 30 കേസുകൾ 2019 മുൻപുള്ളതാണ്. ഇത്തരം കേസുകളിലെ കാലതാമസം അനർഹരായവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും അർഹരായവർക്ക് അത് നിഷേധിക്കപ്പെടുന്നതിനും കാരണമാകുന്നുണ്ടെന്ന് ഓഡിറ്റ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ഈ കാലയളവിൽ വകുപ്പിൽ ഇന്റേണൽ ഓഡിറ്റ് നടന്നിട്ടില്ല എന്നതും ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് തലത്തിൽ വകുപ്പിനൊരു ഇന്റേണൽ ഓഡിറ്റ് വിഭാഗം ഇല്ലെന്നതും വീഴ്ചയുടെ ആക്കം കൂട്ടി. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരുടെ സാമ്പത്തിക സാമൂഹ്യ വിദ്യാഭ്യാസ ഉന്നമനത്തിനായി കോടികളാണ് ഓരോ സാമ്പത്തിക വർഷവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അനുവദിക്കുന്നത്. എന്നാൽ അനുവദിക്കുന്ന തുക പൂർണ്ണമായി ചെലവാക്കാതെ പാഴാക്കി കളയുകയാണ് ഉദ്യോഗസ്ഥരും വകുപ്പും. ഈ കെടുകാര്യസ്ഥതയ്ക്കെതിരെ അനീതിക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകേണ്ടതുണ്ട്. ക്യാമറാമാൻ MG മഞ്ജുഷനൊപ്പം അനിരു അശോകൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.